എന്തോ നമുക്ക് കോവയ്ക്ക പറിക്കാൻ കിടക്കി. എല്ലാ കോവയ്ക്കയും പറിച്ചു തീർക്കുക. ആ മൂത്തൊക്കെ കണ്ട് പറിച്ചു തീർത്തോട്ടോ. 18-ാം തീയതി നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? നമ്മുടെ ഫാമിലി പുസ്തകത്തിന്റെ മറ്റേ നമ്മൾ കഴിഞ്ഞോളം പോയില്ലേ, ലവ് ഫോർ എവർ. അതിന് നമുക്ക് നിർബന്ധമായിട്ടും പോകണം. കഴിഞ്ഞോളം നമ്മൾ പോയി ഓർക്കല്ലേ. ആ പരിപാടി ഇത്തവണ 18-ാം തീയതിയാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ജീവാലയിൽ വെച്ച പരിപാടി. അപ്പൊ അതിന് നമുക്ക് ഇത്തവണ പോണം. കഴിഞ്ഞ തവണ നമ്മള് എന്ത് രസമായിരുന്നു. സംഗീത നിശാച്ചന്റെ ക്ലാസ്. നല്ല മെലഡി സോങ്ങുകൾ, നമ്മൾ ഒത്തിരി ഡാൻസ് ഒക്കെ ചെയ്ത്. നമ്മള് അച്ഛന്മാരെ നമ്മളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചതും, പിന്നെ നമ്മള് ആ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയിട്ടാണ്. പാട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മള് ഈ ധ്യാനം കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു വിരസത തോന്നിക്കുന്ന പോലെ അല്ലായിരുന്നു. ഇത് എന്ത് രസമായിരുന്നു അല്ലേ. നമ്മളെ പരസ്പരം അങ്ങനെ സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർത്ത്, ഒരു സിനിമാറ്റിക് മൂഡ് അല്ലേ. വൈകിട്ട് പിന്നെ കൂടാതെ നമ്മുടെ കല്യാണ ചേച്ചിന്റെ ക്ലാസ് രസമായിരുന്നില്ലേ, മണവാളച്ചന്റെ ക്ലാസ്. അതൊക്കെ സൂപ്പർ ക്ലാസ്സുകൾ അല്ലേ. അതിൽ പോയി കഴിഞ്ഞപ്പോ നമുക്ക് പല ക്ലാസ്സുകളിലും മനസ്സിലായി നമ്മുടെ ഈ ദാമ്പത്യമൊക്കെ എങ്ങനെ വളർത്തണം എന്നുള്ളത് അല്ലേ. നല്ല ക്ലാസ്സുകളായിരുന്നു. നമ്മൾ ഈ ധ്യാനത്തിന് പോണ ഒരു മൂഡാണെന്നാണ്. ഈ മൂഡ് വേറൊരു ലെവലാണ് അല്ലേ. അപ്പൊ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കണം. നല്ല ക്ലാസ്സുകളും നല്ല സംഗീത നിശ്ചയം, തട്ടുകടി, നല്ല പരിപാടിയാണ്. ഭയങ്കര രസമായിരുന്നു. അത് മറക്കാം, ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ ഒരു അനുഭവം. പങ്കെടുത്ത എല്ലാവർക്കും നല്ല അനുഭവമായിരുന്നു. അതെ അതെ അതെ. കഴിഞ്ഞ തവണ നൈറ്റും ഡേ ഒക്കെ ആയിട്ടായിരുന്നു. ഇത്തവണ പകല് വെച്ചാണ്. എന്നാലും ഒരു ദിവസത്തെ പരിപാടി 10 മണി കഴിഞ്ഞിട്ട് പോരാവുന്ന കേസൊക്കെ ഉള്ളൂ. എന്താ പോയി ശരി വേഗം കോവയ്ക്ക കറിക്കാൻ നോക്കട്ടെ. എന്നാ നമുക്കെന്നാ പോവാന്ന. എങ്ങാനും കണ്ടു നീ പുന്നാര തത്തമ്മേ, അങ്ങേതോ മണിമാല മേലെ പുതിയ കതിരു തെളിഞ്ഞു. ഇന്നുള്ളിൽ പടരുകയാണ് മഞ്ചാടിച്ചേലുള്ള ഈ ധനക്ക് ധിമി താനെയാടുമൊരു മന. ഞാനും ഇതിലൊന്നായി ചേരും നാളല്ലേ ആരും